ഇടുക്കി ജില്ലയെ പറ്റി നമുക്കൊന്ന് അറിഞ്ഞാലോ? 1972 ജനുവരി 26-നാണ് ഇടുക്കി ജില്ല രൂപം കൊണ്ടത്. 4612 ചതുരശ്ര കിലോമീറ്ററാണ് ഇടുക്കിയുടെ ഭൂവിസ്തൃതി. ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമുകളിൽ ഒന്ന് ഇടുക്കിയിലാണ്. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി, മോണോറെയിൽ ആദ്യമെത്തിയത്, ഏറ്റവും വലിയ പഞ്ചായത്തുള്ളത്, കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജന ഉദ്യാനം, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി, അങ്ങനെ പ്രത്യേകതകൾ ഏറെയുള്ള നാടാണ്. കാവ്യാത്മകമായി പറഞ്ഞാൽ മഞ്ഞിൽ കുളിച്ചതും പച്ച പട്ടുടുത്തതും മലനിരകളാൽ സമ്പുഷ്ടമായതുമായ പ്രകൃതി സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന കുളിർമയുള്ള ഓർമ്മകളുടെ നാട്. ഇടുക്കിയിലെ മലയോര കർഷകരും ഇടുക്കിയുടെ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്ന പ്രകൃതി സ്നേഹികളും വിവിധങ്ങളായ സവിശേഷതകളാൽ ശ്രദ്ധേയമാണ് ഇടുക്കി. അതിമനോഹരമായ കുന്നുകൾ, ഇടതൂർന്നു നിൽക്കുന്ന വനങ്ങൾ, അണക്കെട്ടുകൾ കൊണ്ടും സമ്പുഷ്ടമാണ് ഇടുക്കി. ഈ സുന്ദരമായ മലയോര ജില്ലയെ തഴുകിയൊഴുകുന്ന നദികളാണ് പെരിയാർ, തലയാർ, തൊടുപുഴയാർ, പമ്പ തുടങ്ങിയവയാണ്. എന്നിരുന്നാലും പ്രധാന നദി പെരിയാർ തന്നെയാണ്. ജലവൈദ്യുത പദ്ധതിയുമായ ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഈ നദിയിലാണ്. ഇടുക്കിയിലെ തനതായ രുചിക്കൂട്ടിലുള്ള നാടൻ വിഭവങ്ങൾ, എല്ലും കപ്പയും പിടിയും കോഴിയും ഇടിയിറച്ചി, ഇങ്ങനെ പോകുന്നു രുചിയേറും നാടൻ വിഭവങ്ങൾ. മഞ്ഞുമൂടിയ കുന്നുകളും പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ തേയിലത്തോട്ടങ്ങളും കോട പുതച്ച സുഖമുള്ള കാലാവസ്ഥയുമാണ് ഇടുക്കിയെ കൂടുതൽ സുന്ദരമാക്കുന്നത്. സന്ദർശകർക്ക് ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ്. ഇടുക്കിയിലെ വിവിധങ്ങളായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. ഇടുക്കി ആർച്ച് ഡാം, കുന്നുകളാൽ ചുറ്റപ്പെട്ട വിശാലമായ ഒരു ജലസംഭരണി. ഇടുക്കി ജില്ലയിലെ കുറവൻ കുറത്തി എന്നറിയപ്പെടുന്ന രണ്ട് മലകളെ ബന്ധിപ്പിച്ച് പെരിയാർ നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഡാമാണ് ഇടുക്കി ആർച്ച് ഡാം. അടുത്തത് മീശപ്പുലിമല, പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ്. വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ട്രക്കിംഗ് സ്ഥലം. രാമക്കൽ മേട്, കുറവൻ കുറത്തി പ്രതിമകളും മൂടൽമഞ്ഞിൽ മുങ്ങിയ മലനിരകളുടെ വിശാലമായ കാഴ്ചകളും. പിന്നെ പാഞ്ചാലിമേട്, മറ്റൊരു മനോഹരമായ സ്ഥലം. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം, ട്രെക്കിങ്ങിന് അനുയോജ്യമായ സ്ഥലം. വനത്താൽ ചുറ്റപ്പെട്ട മനോഹരമായ 7 പടികളായി ഒഴുകുന്ന വെള്ളച്ചാട്ടം. പച്ചപ്പുടവ ചുറ്റിയ പച്ചിലപ്പാമ്പ് തുടങ്ങി വംശനാശ ഭീഷണി നേരിടുന്നതുമായ ജീവിവർഗങ്ങളുടെ സംരക്ഷണ പ്രദേശങ്ങളും ഇടുക്കിയിൽ തന്നെയാണ്. കണ്ണൻ ദേവൻ മലനിരകൾ, മറ്റു തേയിലത്തോട്ടങ്ങൾ, സമുദ്രനിരപ്പിൽ നിന്ന് 5000 അടിയിലധികം ഉയരമുള്ള കുന്നുകൾ, മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്ക് പേരുകേട്ട വിനോദസഞ്ചാര കേന്ദ്രം. ഇരവികുളം നാഷണൽ പാർക്ക്, ആനമുടി, 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി എന്നിങ്ങനെ ഞാൻ പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ഉറവിടമാണ് നമ്മുടെ സ്വന്തം ഇടുക്കി. മൂടൽമഞ്ഞിൽ മുങ്ങിയ മലനിരകൾ, അണക്കെട്ടുകൾ, വെള്ളച്ചാട്ടങ്ങൾ എന്നിവയൊക്കെ പ്രകൃതി സ്നേഹികൾക്ക് ഇടുക്കി അനുയോജ്യമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറുന്നു. ഇടുക്കിയിലേക്ക് കുടിയേറി പാർത്ത മണ്ണിനോടും മൃഗങ്ങളോടും പൊരുതി ഇടുക്കിയെ ഇന്നത്തെ ഇടുക്കിയാക്കിയ പൂർവികരോടുള്ള കടപ്പാട് ഇടുക്കിക്കാരായി ജനിച്ചു വളർന്ന നമുക്കും ഇടുക്കിയുടെ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്ന പ്രകൃതി സ്നേഹികൾക്കും ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നു. തിരക്കേറിയ നഗര ചുറ്റുപാടിൽ നിന്ന് ശുദ്ധമായ വായു, പാറക്കെട്ടുകളിൽ നിന്ന് അരിച്ചൊഴുകി വരുന്ന തണുത്ത ശുദ്ധമായ ജലം, കെട്ടിട സമുച്ചയത്തിന് പകരം കണ്ണിന് കുളിർമയേകുന്ന ഹരിത സൗന്ദര്യവും, തനത് രുചിയിൽ കലർപ്പില്ലാത്ത നാടൻ ഭക്ഷണവും, ശാന്തമായ കാറ്റും സുഖമുള്ള തണുപ്പും ചൂട് കട്ടനും, അങ്ങനെ പ്രകൃതിയുടെ ലാളനകൾ ഏറ്റുവാങ്ങാൻ ആഗ്രഹമുള്ളപ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ ഒരിടം.